ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്. മലയാളികൾക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച സംവിധായകനാണ് എം മോഹനൻ. 2007 പുറത്തിറങ്ങിയ കഥ പറയുമ്പോൾ എന്ന ചിത്രത്തിലൂടെയാണ് അദ്ദേഹം സംവിധാന രംഗത്തേക്ക് കടന്നു വരുന്നത്. തന്റെ ഏറ്റവും പുതിയ ചിത്രം ഒരു ജാതി ഒരു ജാതകം എന്നതാണ്. അദ്ദേഹത്തിന്റെ ആദ്യ ചിത്രമായ കഥ പറയുമ്പോൾ എന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് എം മോഹനൻ. ചിത്രത്തെക്കുറിച്ച് ഓർമ്മിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്ന കാഴ്ച മമ്മൂട്ടി കരയുന്ന സീനാണെന്ന് അദ്ദേഹം പറഞ്ഞു. അവസാന ഭാഗത്ത് മമ്മൂട്ടിയുടെ സീനിൽ അദ്ദേഹം ഒറിജിനലായിട്ടാണ് കരയുന്നതെന്നും ആ ഡയലോഗ് പറയുന്ന സമയത്ത് അദ്ദേഹം കഥാപാത്രമായി ജീവിക്കുകയാണെന്ന് തോന്നിയെന്നും മോഹനൻ കൂട്ടിച്ചേർത്തു. മമ്മൂട്ടി മാത്രമല്ല, ആ സീൻ എഴുതിയ സമയത്ത് ശ്രീനിവാസനും കരഞ്ഞുവെന്ന് മോഹനൻ പറഞ്ഞു. ശ്രീനിവാസന്റെ ശീലമനുസരിച്ച് ഷൂട്ടിങ്ങിന്റെ തലേ ദിവസം സീൻ എഴുതാറുള്ളതെന്നും ആ സീൻ എടുക്കേണ്ടതിന്റെ തലേന്ന് അദ്ദേഹം അത് എഴുതിയെന്നും സീൻ വാങ്ങാൻ വേണ്ടി അദ്ദേഹത്തിന്റെ റൂമിൽ എത്തിയപ്പോഴേക്കും അദ്ദേഹം എല്ലാം എഴുതി കഴിഞ്ഞിരുന്നുവെന്നും താൻ ആ പേപ്പർ വാങ്ങിയ സമയത്ത് ആ പേപ്പർ നനഞ്ഞിരുന്നുവെന്നും കരഞ്ഞു എന്ന് ശ്രീനിവാസനോട് ചോദിച്ചുവെന്നും മോഹനൻ കൂട്ടിച്ചേർത്തു. പിന്നീട് ശ്രീനിവാസൻ ആ സീൻ മമ്മൂട്ടിയോട് പറഞ്ഞുകൊടുത്തപ്പോഴും മമ്മൂട്ടി ആ സീൻ അഭിനയിച്ചപ്പോഴും കരച്ചിൽ വന്നെന്നും മോഹനൻ പറയുകയുണ്ടായി. റിഹേഴ്സലിനായി ഷൂട്ട് ചെയ്ത സീൻ പിന്നീട് സിനിമയിലേക്ക് എടുത്തെന്നും അതാണ് ഇപ്പോൾ കാണുന്നതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എം മോഹനന്റെ വാക്കുകൾ ഇങ്ങനെയാണ്. കഥ പറയുമ്പോൾ എന്ന സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ആദ്യം മനസ്സിൽ വരുന്നത് മമ്മൂട്ടി കരയുന്ന സീനാണ്. ആ സീനിൽ അദ്ദേഹം റിയലായി കരഞ്ഞതാണ്. ഡയലോഗ് പറയുന്ന സമയത്ത് അദ്ദേഹം ആ കഥാപാത്രത്തിന്റെ ആത്മാവിനെ തന്നിലേക്ക് ആവാഹിച്ചതുപോലെ തോന്നി. മമ്മൂക്ക മാത്രമല്ല, ശ്രീനിയേട്ടനും കരഞ്ഞിട്ടുണ്ടായിരുന്നു. ഷൂട്ടിങ്ങിന്റെ സമയത്തായിരുന്നില്ല അത്. ശ്രീനിയേട്ടന്റെ ശീലമനുസരിച്ച് ഷൂട്ടിങ്ങിന്റെ തലേന്നാണ് സീൻ മുഴുവൻ എഴുതുന്നത്. ആ സീൻ എടുക്കുന്നതിന്റെ തലേന്ന് ഞാൻ പുള്ളിയുടെ റൂമിൽ പോയി. അപ്പോഴേക്കും ശ്രീനിയേട്ടൻ സീൻ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ ആ പേപ്പർ വാങ്ങിയപ്പോൾ അത് നനഞ്ഞിരിക്കുന്നത് കണ്ടു. അദ്ദേഹത്തിന്റെ കണ്ണുനീര് ആ പേപ്പറിൽ വീണിട്ടുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിന്നീട് ആ സീൻ പറഞ്ഞു കൊടുക്കുമ്പോഴും അഭിനയിക്കുമ്പോഴും മമ്മൂട്ടിക്ക് കരച്ചിൽ വന്നു. ഒറിജിനൽ ക്രൗഡിനെ വെച്ചാണ് ആ പ്രസംഗിക്കുന്ന സീൻ ചെയ്തത്. ഒരു റിഹേഴ്സൽ പോലെ എടുക്കണമെന്ന് വിചാരിച്ച സീൻ പിന്നീട് ഫസ്റ്റ് ടേക്കായി മാറി. അന്ന് റിഹേഴ്സൽ പോലെ എടുത്ത സീനാണ് ഇന്ന് സിനിമയിൽ കാണുന്നത്. എം മോഹനൻ പറഞ്ഞു. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങളിലെത്താൻ ഈ ചാനൽ ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം. അതോടൊപ്പം ബെല്ലൈക്കൺ പ്രസ് ചെയ്യാൻ മറക്കരുത്.